എല്ലാവരും അറിയിപ്പില്ലാതെ തന്നെ കയറുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതെ അതെ, ഈ സെയിം ലിങ്ക് തന്നെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ മറന്നു പോയാലും ഈ ലിങ്കിൽ തന്നെ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. വെള്ളിയാഴ്ച സാറിന്റെ ശശിധരൻ സാറിന്റെ ഞാൻ ലിങ്ക് ഇടാൻ മറക്കില്ല ഇനി. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും മാലതി ഡോക്ടർ പറഞ്ഞതിന് ഡോക്ടറോട് താങ്ക്സ് പറയുന്നത് പെട്ടെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേസുകളാണ്, നമ്മളിവിടെ കൂടുതലും കേസുകളാണ് സംസാരിക്കുന്നത്. ഈ കേസുകൾ എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം പലപ്പോഴും ഈ GSKയുടെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ കേസുകളിലേക്ക് മാത്രം പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ കൺഫ്ലിക്റ്റ് എന്താണ്, അതല്ലെങ്കിൽ ഇതെന്താണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ നമ്മൾ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഡോക്ടർ വർഗീസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തത് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിനകത്ത് പല ഡോക്ടർമാരും ഇവിടെയും അംഗങ്ങളാണ്, നമുക്ക് ഏകദേശം അറിയാം. പക്ഷെ ഡോക്ടർ പറഞ്ഞ ആ പല കാര്യങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. നമുക്ക് ഓരോ കേസിന്റെ പിൻബലത്തിലാണ് നമുക്കിത് പോകാൻ പറ്റുക. പലപ്പോഴും ഈ ലിറ്ററേച്ചറുകൾ അതല്ലെങ്കിൽ ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ വരുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ പലപ്പോഴും നമ്മൾ മെനക്കെടുന്നില്ല, പലപ്പോഴും സമയം കിട്ടുന്നില്ല. അതല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഇനി അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് പലരും ബുക്കുകൾ വായിക്കാത്തത്. പക്ഷെ ഇതിന്റെ ഇത് വളരെ ലളിതമാണ് എന്ന് ഒരിക്കലും കരുതരുത്. കാരണം അത്ര സിമ്പിൾ അല്ല. കാരണം ഒരു കൺഫ്ലിക്റ്റ് എന്ന വാക്കിനെ നമ്മൾ മലയാളീകരിച്ച് പറയുവാണെങ്കിൽ സംഘർഷങ്ങൾ എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് പലപ്പോഴും സംഘർഷങ്ങളില്ലാത്ത ജീവിതമില്ല, സംഘർഷങ്ങളില്ലാത്ത വ്യക്തികളില്ല, സംഘർഷങ്ങളില്ലാത്ത ഒരു ഇൻട്രായൂട്രൈൻ ലൈഫിൽ പോലും സംഘർഷങ്ങൾ. ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും ഇൻട്രായൂട്രൈൻ ലൈഫിൽ ഒരു അൺബോൺ ബേബിയാണ്. അതിൻ്റെ ഈ ഇൻട്രായൂട്രൈൻ ലൈഫിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലും അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളുടെ ഫലമായിക്കൊണ്ടാണ് പലപ്പോഴും ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ് അല്ലെങ്കിൽ MR അതല്ലെങ്കിൽ ജനിതക തകരാറുകളോടുള്ള, അപ്പൊ അതിനൊക്കെ മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെയും ഈ തകരാറുകളോടുകൂടിയുള്ള ജനനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം നമുക്ക് പലപ്പോഴും കാരണങ്ങളായിട്ട് വരുന്നത് ഇൻട്രായൂട്രൈൻ നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളാണ്. ആ സംഘർഷങ്ങൾ പലപ്പോഴും അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാതെ കൺഫ്ലിക്റ്റ് അഥവാ സംഘർഷങ്ങളെ പറ്റി മാത്രം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമുക്ക് പലപ്പോഴും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഈ രോഗത്തെ ഈ ഒരു സാഹചര്യത്തെ പറ്റി കിട്ടുന്നില്ല. ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന ഈ ഒരു കാര്യത്തെ പറ്റി ഡിസീസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും നമ്മൾ ഒരു രോഗമായിട്ട് വരുമ്പോൾ ഇപ്പൊ ഈ നിയമങ്ങൾ അനുസരിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടതാണ് ഇത് എവിടെയെല്ലാം ചെലവാകില്ല അല്ലെങ്കിൽ എന്തെല്ലാം ഉപയോഗപ്പെടുന്നുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗപ്പെടുന്നില്ല എന്ന കാര്യത്തെ പറ്റി നമുക്ക് അറിവുണ്ട്. ഉദാഹരണത്തിന് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ട്രോമ കേസുകൾ, ഏത് തരത്തിലുള്ള ട്രോമ ഓർ ആക്സിഡൻറ്റ്, പോയിസണിങ്, സ്കാർസിറ്റി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുറവുകൾ കൊണ്ടുണ്ടാകുന്നത്. അത് ചിലപ്പോൾ മോശപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കഴിക്കാതിരുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിനെയെല്ലാം നമുക്ക് പലപ്പോഴും ഈ കൺഫ്ലിക്റ്റ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും
അതല്ലാതെ സ്കാർസിറ്റികൾ കൊണ്ടോ സ്ലോ പോയിസണിങ് കൊണ്ടോ, ഇപ്പൊ നമുക്ക് പലപ്പോഴും സ്ലോ പോയിസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ് ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ മൂലവും പലപ്പോഴും ദീർഘകാലങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ രോഗങ്ങളെയും നമുക്ക് തിരിച്ചറിയുന്നതിന് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇത് ആപ്ലിക്കബിൾ ആകുക എന്നുള്ള സാഹചര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതിനാണ് നമ്മൾ നിയമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. 5 ബയോളജിക്കൽ നിയമങ്ങൾ, 5 ബയോളജിക്കൽ ലോസ്. ആ ഓരോ ബയോളജിക്കൽ ലോസിനെ പറ്റിയും ഇപ്പോൾ വിശദമായി ഡോക്ടർ വർഗീസ് ക്ലാസ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് 3ാമത്തെ ബയോളജിക്കൽ ലോയെ പറ്റി. ഒൺട്രോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ് എന്നാണ് എന്നെ പറയുന്നത്. ഒൺട്രോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ആ വിത്തുകോശങ്ങൾ. ശരീരത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് 3 വിത്തുകോശങ്ങൾ, 3 തരത്തിലുള്ള വിത്തുകോശങ്ങൾ, ജേം ലെയറുകളാണ്. എക്ടോഡെയും, എൻഡോഡെയും ആൻഡ് മീസോഡെയും. അതിനെപ്പറ്റിയാണ് ഡോക്ടർ വർഗീസ് ക്ലാസ് എടുത്തത് കഴിഞ്ഞ ദിവസം വിശദമായിട്ട്. ആ ഒരു കാര്യത്തിനെ പറ്റി ഇനി കൂടുതൽ നമുക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മുടേതായ രീതികളിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ നമുക്കൊരു ഒരു ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്ന ഒരു കേസിനെ പറ്റിയാണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് പലപ്പോഴും നമ്മൾ ഒരു പേഴ്സണലായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് തന്നെ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പൈൽസ് എന്നൊരു രോഗം. പൈൽസ് ശരിക്കും ഹെമറോയിഡ്സ് എന്നറിയപ്പെടുന്ന ബ്ലീഡിങ് പൈൽസ് ഉണ്ട്, ഹെമറോയിഡ്സ് ഇതില്ലാതെ ഉണ്ട്. ഒരിക്കലും ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്തെത്തി. ഒരു 45 വയസ്സുള്ള ഒരു ലേഡി, 45 വയസ്സുള്ള ഒരു ലേഡി പൈൽസായിട്ട്, അവർക്ക് ആ പൈൽസ് ഉണ്ടായിട്ട് 6 മാസമായിട്ട് പൈൽസായിരുന്നു. 6 മാസത്തിന് മുമ്പാണ് തുടങ്ങിയത്. ഈ 6 മാസത്തിനിടയ്ക്ക് പല ഡോക്ടർമാരെയും കാണുകയും പല ഡോക്ടർമാരുടെ അടുത്ത് സംസാരിക്കുകയും ചികിത്സിക്കുന്നൊക്കെ പോയിരുന്നു. എങ്കിലും കുറയും, മരുന്ന് കഴിച്ച് കുറയും, വീണ്ടും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് ഈ രോഗി എത്തുന്നത്. എൻ്റെ അടുത്ത് ഈ രോഗി എത്തുന്നത് ഏകദേശം ഒരു 1.5 വർഷം ആകുന്നു. അപ്പോൾ അന്ന് ഈ GSK ആശയങ്ങൾ അനുസരിച്ചിട്ട് ഷീസ് എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ, ഒരു ലേഡി വിത്ത് നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ്. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് GSKയിൽ ഹാൻഡഡ്നെസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഹോർമോൺ സ്റ്റാറ്റസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതും നമ്മുടെ നിയമത്തിനകത്ത് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നിയമത്തിന്റെ കൂടത്തിലുള്ളതാണ് ഹാൻഡഡ്നെസ് ഓഫ് ദി പേഴ്സൺ. വലത് കൈയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലതു ഭാഗത്തെ നിയന്ത്രിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും, സെറിബ്രൽ കോർട്ടക്സിന്റെ ലെഫ്റ്റ് സൈഡും അല്ലെങ്കിൽ സെറിബ്രൽ മെഡുലയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും, ഇടതു ഭാഗത്തെ നിയന്ത്രിക്കുന്ന റൈറ്റ് സൈഡിൽ നിന്നുമാണ്. സെറിബ്രൽ മെഡുല ആൻഡ് സെറിബ്രൽ കോർട്ടക്സ് റൈറ്റ് സൈഡ്. പക്ഷെ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസിൽ ഈ ഹാൻഡഡ്നെസ് ഇല്ല. ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നമുക്ക് ഈ GSKയുടെ അറിവ്, ബ്രെയിനിനെ പറ്റിയുള്ള ഒരു വളരെ വിശദമായ ഒരു അറിവ് നമുക്ക് കിട്ടും. പലപ്പോഴും നമുക്ക് ബ്രെയിനിനെ പറ്റി തീരെ കുറച്ച് അറിവുകളെ ഉണ്ടാകുന്നുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കാതെ തന്നെ വായിച്ച് പോയി കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിയുമ്പോൾ ബ്രെയിൻ കൃത്യമായിട്ട് ബ്രെയിനിന്റെ ഏത് ഭാഗത്തും ഏത് ഭാഗത്ത് എന്ത് കൺട്രോൾ സെന്ററുകളാണ് ഉള്ളതെന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് മനസ്സിലാകും. ബ്രെയിൻ സ്റ്റം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന പോൺസിൽ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസിൽ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ഇല്ല. കാരണം അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും ആണ് കൂടുതലായിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം യൂറോജെനിറ്റൽ സിസ്റ്റത്തിന്റെയും കൺട്രോൾ സെന്റർ ആണ്. അതിൽ വാ മുതൽ ഏനസ് വരെയുള്ള ഭാഗങ്ങളെയും, അതിൽ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ
സാറൊന്ന് സ്റ്റക്ക് ആയതുപോലെ. സാറിന് സൗണ്ട് വരുന്നില്ല സാർ. സാറ് മ്യൂട്ടായി പോയി. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ? കേൾക്കാം സാർ. അപ്പം നമ്മള് ഈ ബ്രെയിൻ കൺട്രോൾ സെന്ററുകളെ പറ്റി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടത് ബ്രെയിൻ കൺട്രോൾ സെന്ററുകളൊക്കെ ഒരു എന്താണ് ഒരു സ്ക്രീൻ ഷെയറിങ്ങോട് കൂടി, അതല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻസ് PPT പ്രസന്റേഷൻസോട് കൂടി ആണ് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് രോഗിയെ പറ്റി പറയുവാണെങ്കിൽ പൈൽസ് കൊണ്ടുവന്ന്, പൈൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും വന്നത് നമ്മൾ റെക്ടൽ മ്യൂക്കോസയാണ് പൈൽസിന്റെ സ്ഥലം. പൈൽസിന്റെ സ്ഥലം റെക്ടൽ മ്യൂക്കോസ വരുമ്പം അത് പലപ്പോഴും ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസിലാണെങ്കിൽ പോലാണെന്ന് പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ എക്ടോഡിയമാണ്. സ്കിന്നിൽ നമ്മുടെ സ്കിന്ന് ഇൻവാജിനേറ്റ് ചെയ്ത് മൂക്കിൽ കൂടിയും വായിൽ കൂടിയും മലദ്വാരത്തിൽ കൂടിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓറിഫൈസസ് കൂടിയെല്ലാം എക്ടോഡിയം ഇൻവജനേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്ടോഡേർമൽ ടിഷ്യൂ ആണുള്ളത്. അതിൽ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓഫ് ദി ബ്രെയിൻ സെറിബ്രൽ കോർട്ടക്സിലാണ് കൺട്രോൾ സെന്റർ. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണ്. പുരുഷന്മാരിൽ അതിന്റെ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റ് ആണ്. സ്ത്രീകളിൽ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ്. ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്ന ഒരു കൺഫ്ലിക്റ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എനിക്ക് എന്താണുള്ളത്. അതിനോടൊപ്പം തന്നെ ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റും ആ റെക്ടൽ മ്യൂക്കസ് മെമ്പറൈനിൽ മെയിൽസിന് അത് ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റ് ആയിട്ട് വരികയും സ്ത്രീകളിൽ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റുമായിട്ടാണ് വരുന്നത്. ഈ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വേർ ഐ ബിലോങ്സ് ടു, ഞാൻ എൻ്റെ സ്ഥലം ഏതാണ്, എനിക്ക് ഏത് പ്രദേശത്താണ്, എനിക്ക് ആ വീടാണോ ഉള്ളത്, ഈ വീടാണോ ഉള്ളത്, എന്താണ് എൻ്റെ നിലനിൽപ്പ് എവിടെയാണ് എന്നുള്ള ഒരു സാഹചര്യമാണ് ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ്. ഇപ്പൊ ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ രോഗവുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നമായിരുന്നില്ല, അവരുടെ കുട്ടിയുടെ പ്രശ്നമായിരുന്നു. അതായത് അവരുടെ മൂത്ത കുട്ടി +1 അഡ്മിഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. +1 അഡ്മിഷന് പരീക്ഷയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അപ്പം അലോട്ട്മെന്റിൽ കുട്ടി പ്രതീക്ഷിച്ച സ്കൂളിലല്ല ആദ്യമേ അലോട്ട്മെന്റ് കിട്ടിയത്. അപ്പൊ കുട്ടിക്ക് അതിനകത്ത് വലിയ പ്രശ്നമില്ല. അമ്മ ഈ അഡ്മിഷന്റെ കാര്യത്തിൽ ഭയങ്കരമായ ടെൻസ്ഡായി. അമ്മയ്ക്ക് കൊച്ചിന് കിട്ടുമോ, ഉദ്ദേശിച്ച കോഴ്സ് കിട്ടുമോ, ഈ ഉദ്ദേശിച്ച കോഴ്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഉദ്ദേശിച്ച കോഴ്സ് ഉദ്ദേശിച്ച സ്ഥലത്ത് കിട്ടണം. അപ്പൊ ആദ്യമേ സംഭവിച്ചത്, ആദ്യമേ ഒരു സ്കൂളിൽ കിട്ടി. ആ സ്കൂളിൽ കിട്ടിയപ്പോൾ അത് ഈ അമ്മ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ സംസാരിച്ച് വന്നപ്പോഴാണ് കുട്ടിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ കുട്ടിയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ പ്രശ്നം അമ്മയാണ് സ്വയം ഏറ്റെടുത്തത്. എനിക്ക് ആ സ്കൂളിൽ വേണ്ട, അമ്മ പറഞ്ഞ വാക്കാണ്, എനിക്ക് ആ സ്കൂളിൽ വേണ്ട, കുട്ടിക്കല്ല വേണ്ട, എനിക്ക് സ്കൂളിൽ വേണ്ട. യഥാർത്ഥത്തിൽ അമ്മ പോയി പഠിപ്പിക്കുന്നൊന്നുമില്ല, കുട്ടിയാണ് പോയി പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ സ്കൂളിൽ കിട്ടിയില്ല, അടുത്ത നെക്സ്റ്റ് അലോട്ട്മെന്റ് ആകുമ്പോൾ വേറൊരു സ്കൂള്, അത് കിട്ടിയില്ല. പിന്നെ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ആണ് പ്രതീക്ഷിച്ച സ്കൂളിൽ കിട്ടിയത്. പ്രതീക്ഷിച്ച സ്കൂളിൽ കിട്ടിയപ്പോഴാണ് പിന്നെ അമ്മയ്ക്ക് സമാധാനമായി, കുട്ടി അവിടെ പഠിക്കാൻ പോയി. അപ്പോൾ ആണ് അതിനുശേഷമാണ് ഹീലിംഗ് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അവിടെ സെൽ ഡീഗ്രഡേഷൻ നടന്നു. റെക്ടൽ മ്യൂക്കോസ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അത് വീണ്ടും ഒരു പ്രോബ്ലം അതിലേക്ക് വന്ന് ആ കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ, റെസൊല്യൂഷൻ ഫേസിൽ
അത് മാറുകയും അവിടെ പൈൽസ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അവരോട് ഞാൻ ഈ ഒരു വിഷയമാണ് പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നത്തിന് അടിസ്ഥാന കാരണം ഇതാണ്. അപ്പൊ അത് അവരത് ഉൾക്കൊണ്ടു. പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി. ആ ഒരു അഡ്മിഷൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. ഒരാഴ്ച കൊണ്ട് തന്നെ അവർക്ക് ആ രോഗം മാറി. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിക്കാരെന്ന രീതിയിൽ ചിന്തിക്കാം, നമുക്ക് പലപ്പോഴും നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന രോഗമല്ല എന്ന് നമുക്ക് സംശയിക്കാം. അതെ, തീർച്ചയായിട്ടും മാറും. പക്ഷെ ഒരിക്കലും ഇത്ര എളുപ്പം മാറില്ല. കാരണം പലപ്പോഴും കേസ് എടുക്കുന്നതിലും അതല്ലെങ്കിൽ എത്രയോ മെഡിസിൻ ഉണ്ട്. കോളിൻസോണിയ, എസ്കുലസ്, നെക്സോമിക്ക, സൾഫർ, എത്ര മെഡിസിനാണ്. റെയർ ആയിട്ടുള്ള മറ്റു ധാരാളം മെഡിസിൻസ്. ഈ മെഡിസിൻസ് എല്ലാം എത്ര ദിവസം കഴിക്കണം, എത്ര നാള് കഴിക്കണം എന്നൊന്നും നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ അതിനോടൊപ്പം ഞാൻ മെഡിസിനും കൊടുത്തിരുന്നു. പക്ഷെ മെഡിസിനിൽ കൊടുത്തു എന്നതിലേക്ക് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും അവർക്ക് ആ രോഗം കുറഞ്ഞു. ഒറ്റയാഴ്ച കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള, സാധാരണഗതിയിൽ ഒരു ബ്ലീഡിങ് ബൈൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കിൻ ടാഗ് പല ആൾക്കാരിലും മാറാതെ നിൽക്കുന്നുണ്ട്. ഇത് ഒരൊറ്റ ആഴ്ച കൊണ്ട്, ഒരാഴ്ചത്തെ മെഡിസിന് ശേഷം അവർ വന്നത് പൂർണ്ണമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോടൊരു 2-3 മാസത്തേലും അണ്ടർ ട്രീറ്റ്മെന്റ് നിൽക്കാൻ, കൺട്രോൾ, അതായത് കാര്യങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിലൊരിക്കലും വന്നിട്ടില്ല. അവരെ അതിനുശേഷം ഞാൻ 6 മാസത്തിന് ശേഷം കണ്ടു, 1 വർഷത്തിന് ശേഷം കണ്ടു, മറ്റു പല രോഗങ്ങൾക്കുമായിട്ട് കണ്ടിട്ടുണ്ട്. അന്നേരം ഒന്നും അവർക്ക് വീണ്ടും ഒരിക്കൽ പോലും ആ കംപ്ലൈന്റ് വന്നിട്ടില്ല. കാരണം അത് ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ്. ഈ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പലപ്പോഴും ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഐഡന്റിറ്റി കൺഫ്ലിക്റ്റിന് നോർമൽ ഹോർമോൺ സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾക്ക്, എന്ന് പറഞ്ഞാൽ അവർക്ക് പീരിയഡ്സ് റെഗുലർ ആണെങ്കിലാണ് ഈ ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫൈൽസ് കേസ് കൂടെ എനിക്ക് വേറൊരു ലേഡിയുടെ കേസിലും വന്നിരുന്നു. അവർക്ക് അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവര് വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീട്ടിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റേ മദർ ഇൻ ലോയുമായിട്ടുള്ള ചെറിയ ചെറിയ കൺഫ്ലിക്റ്റുകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ അവർക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാനും അവർക്ക് പറ്റുന്നില്ല, ഇവരുടെ ഈ വീട്ടിൽ നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് സ്കിൻ ഡിസീസും ഉണ്ടായി, അതിനോടൊപ്പം തന്നെ ഈ പൈൽസും ഉണ്ടായി. അപ്പൊ സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് ഏകദേശം വ്രണങ്ങൾ പോലെയായി. അപ്പൊ അവർക്ക് 4 മക്കളുണ്ടായിരുന്നു. ഈ 4 മക്കളും ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. അവരുടെ കുറച്ച് സാമ്പത്തികപരമായിട്ട് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഈ പേഷ്യന്റിന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ വളരെ പ്രശസ്തനായ, അല്ലെങ്കിൽ വളരെ പണം ധാരാളമുള്ള ഒരു മനുഷ്യനാണ്. അവർക്ക് ഈ മക്കളെ എല്ലാം കൂടത്തി നിർത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ മരുമകൾക്ക് മാത്രം ഇവരുടെ കൂടെ നിൽക്കുന്നതിന് താല്പര്യമില്ല. അപ്പൊ അവരെൻ്റെ അടുത്ത് വന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല, പക്ഷെ അവരവിടെ നിൽക്കാൻ നിർബന്ധിതരാകുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ഇല്ലാതാകും. അതാണ് അവരുടെ പ്രശ്നം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പോന്നു, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ 4 കുട്ടികളുണ്ടായി. മൂത്ത കുട്ടിക്ക് 10-12 വയസ്സുണ്ട്, ഏറ്റവും ഇളയ കുട്ടിക്ക് 2 വയസ്സ്, 2-3 വയസ്സുണ്ട്. ഇവരെന്നും ഇത് അനുഭവിക്കുകയാണ്. എന്നും സ്കിൻ ഡിസീസും, എന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ ഇതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷെ അവരുടെ പ്രോബ്ലം ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. കാരണം അവർക്ക് മാറാൻ കഴിയുന്നില്ല. അവർ ഈ രോഗത്തിനകത്തുനിന്ന് വിമുക്തി നേടാനും പറ്റുന്നില്ല. മരുന്ന് കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുത്ത് താൽക്കാലികമായിട്ട് സ്കിൻ ഡിസീസ് കുറയും, വീണ്ടും ഉണ്ടാവും. പൈൽസ് കുറയും, അല്ലെങ്കിൽ ബ്ലീഡിങ് കുറയും, വീണ്ടും ഉണ്ടാവും. അതിനുശേഷം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടെടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ മാറണം എന്നൊരു തീരുമാനത്തിലെത്തുക. അങ്ങനെ ലാസ്റ്റ് അവര് വേറെ മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. കുടുംബത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും താൽക്കാലികമായിട്ട് അവർ വാടകയ്ക്ക് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റത്തിന് ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു. അവരുടെ സ്കിൻ ഡിസീസ് പോയി, അവരുടെ പൈൽസ് പോയി, എല്ലാ പ്രശ്നങ്ങളും പോയി. പക്ഷെ ഈ ഒരു പ്രശ്നമാണ് ഇവരുടെ എല്ലാ പ്രശ്നത്തിനും അടിസ്ഥാന കാരണം എന്നുള്ള ഒരു വിഷയം
അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു, അവർക്ക് രോഗം മാറുകയും ചെയ്തു. അപ്പൊ പലപ്പോഴും നമുക്ക് ഇതേ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റിന്റെ കാര്യത്തിൽ സ്ത്രീകളിൽ, അത് പുരുഷന്മാരിലാണെങ്കിൽ ടെറിറ്റോറിയൽ ലോസ് ഓർ ടെറിറ്റോറിയൽ ത്രെട്ട്. ടെറിറ്ററി എന്നൊരു വാക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. ടെറിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ അധീന മേഖല എന്നുള്ളതാണ്. മൃഗങ്ങളിലാണ് അധീന മേഖല. പലപ്പോഴും മനുഷ്യരിലും അധീന മേഖലകളൊക്കെ തന്നെയുണ്ട്. ആ അധീന മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റം. ടെറിറ്റോറിയൽ പ്രശ്നം ഉണ്ടായാൽ പൈൽസ് മാത്രമല്ല ഉണ്ടാവുക, ആണുങ്ങളിൽ പൈൽസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ലെസർ കർവേച്ചർ, സ്റ്റൊമക്, ഡുവോഡിനം, ഗോൾ ബ്ലാഡർ, ആ റീജിയനിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാർഡിയാക് വിഷയങ്ങൾ ഉണ്ടാകാം. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് മെയിൽസിനുണ്ടാകുന്ന, റൈറ്റ് ഹാൻഡഡ് മെയിൽസിനുണ്ടാകുന്ന കൊറോണറി ആർട്ടറി കംപ്ലൈന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ടെറിറ്റോറിയൽ ലോസ് അല്ലെങ്കിൽ ടെറിറ്റോറിയൽ ത്രെട്ട്, ടെറിറ്റോറിയൽ ഇഷ്യൂസിന്റെ ഫലമായി കാണാം. അതൊക്കെ വളരെ ആഴത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളിപ്പം കാണുന്നതിൽ ഈ പൈൽസ് എന്ന ഒരു കംപ്ലൈന്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തിട്ടും മാറ്റാൻ കഴിയുന്നുണ്ട്, മാറുന്നുണ്ട്. പക്ഷെ അതിന് കൂടുതൽ സമയമെടുക്കും. പക്ഷെ അവരോട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ആശയങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് മാറ്റാനൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇവിടെ പലപ്പോഴും ഈ ആശയങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇന്നിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതലുള്ള വർഗീസ് ഡോക്ടറുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ പലപ്പോഴും ഞാനുണ്ടായിരുന്ന ക്ലാസ്സിൽ പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയിലുള്ളവരാണ് കൂടുതലും വർഗീസ് ഡോക്ടറുടെയോടൊപ്പം കയറുന്നത്. അപ്പൊ പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയും ഈ GNM തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയുമായിട്ട് ശരിക്കും യാതൊരു തരത്തിലുള്ള ബന്ധവും GSAക്ക് ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർ പ്രഫുൽ വിജയകറാണ് ശരിക്കും പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന് ലഭിച്ച അറിവാണ് ഹാമറിൽ നിന്നും, റൈക്കേഡ് ജിയാഡ് ഹാമറിൽ നിന്നും GSKയിൽ കിട്ടിയ അറിവിനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതി പ്രഡിക്റ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ടാണ് പ്രഡിക്റ്റീവ് ഹോമിയോപ്പതിക്കാർ കൂടുതൽ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ 2 കേസാണ് ഇന്ന് കൂടുതലും പറയാനിരിക്കുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യാം. പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഈ കഴിഞ്ഞ ദിവസത്തെ വർഗീസ് ഡോക്ടറുടെ ക്ലാസ്സിനെ പറ്റിയും 1-2 കാര്യം പറയാനുള്ളത്. ഡോക്ടർ അന്ന് സംസാരിച്ചതിലെ ജെം ലെയറിനെ പറ്റിയാണ്. ജെം ലെയറിന് ഓരോ ജെം ലെയറിനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രെയിൻ കൺട്രോൾ സെന്ററും കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ജെം ലെയറിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയേണ്ടതാണ്. അതിന് ഉള്ള ഒരു വേദിയായിട്ട് ഇത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നമുക്കിപ്പം ഈ പൈൽസിനെ പറ്റിയും മറ്റുള്ള കാര്യത്തെ പറ്റിയും നമുക്ക് കൂടുതൽ സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അനിത ഡോക്ടറെ. സാറേ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലേ സാറ് പെട്ടെന്ന് ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ എന്നിട്ട് സാറ് പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് 2 കേസ് പ്രസന്റ് ചെയ്തു. അതെന്റെ കയ്യിലെ പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. ഞാൻ ലിങ്ക് ഇടാഞ്ഞതുകൊണ്ട്. ഇപ്പൊ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ട് ഈ പൈൽസിന്റെ ഈ 2 കേസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, പൈൽസ് വന്നിട്ട് ബ്ലീഡിങ് വന്നാലേ, നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം? ബ്ലീഡിങ് ആ സമയത്തുണ്ടാകുന്ന വിഷയത്തിന് അതിനെ ഒരു അക്യൂട്ട് കംപ്ലൈന്റ് ആയിട്ട് അതിനുള്ള മെഡിസിൻ നൽകാം, അതിനെ ചികിത്സിക്കാം. പക്ഷെ നമ്മളുടെ GSK നോളജ് എന്ന് പറയുന്നത് ആ കംപ്ലൈന്റ് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പം വളരെ സിവിയർ ആയിട്ടൊരു ബ്ലീഡിങ് ആയിട്ട് വരുമ്പോൾ കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി എന്ന രീതിയിൽ നമുക്ക് ബ്ലീഡിങ്ങിനുള്ള മെഡിസിൻസ് കൊടുക്കാം. കോളിൻസോണിയ എങ്കിൽ കോളിൻസോണിയ, അതല്ല എസ്കുലസ് എങ്കിൽ എസ്കുലൻസ്, അതല്ലെങ്കിൽ നമുക്കൊരു സിവിലിമം കണ്ടെത്തി അതനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കാം. പക്ഷെ നമ്മുടെ പിന്നിലുള്ള ചോദ്യം അതല്ല, എന്തുകൊണ്ട് ഇയാൾക്ക് ഈ പൈൽസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തിനായിട്ട് പൈൽസ് ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് നമ്മൾ മാറ്റുന്നത്. അവിടെ ബ്ലീഡിങ്ങിന്
ഒരു പ്രത്യേകമായ ഒരു അപ്രോച്ച് ഇല്ല GSK. ബ്ലീഡിംഗ് ഒക്കെ എപ്പോഴും ബ്ലീഡ് ചെയ്യുക, പനി ഉണ്ടാകുക, വേദന ഉണ്ടാകുക എന്നതെല്ലാം ഹീലിംഗ് ഫേസിൽ നടക്കുന്നതാണ്. ഹീലിംഗ് ഫേസ് അവരുടെ പ്രോബ്ലം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ അവരുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയതോടുകൂടിയാണ് അവർക്ക് പൈൽസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായത്. അഡ്മിഷൻ കിട്ടുന്നവരെ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ പലപ്പോഴും മറ്റുള്ള കുട്ടി അമ്മമാരിലും അച്ഛന്മാരിലും എല്ലാവരിലും ഉണ്ട്. കുട്ടി പ്രായമൊക്കെ ആകുമ്പോൾ 10-40 വയസ്സിന് ശേഷം പല ആൾക്കാരിലും വീട്ടിലുള്ള വ്യക്തികളുടെ പേരിലായിരിക്കാം മാതാപിതാക്കൾക്കും കൺഫ്ലിക്റ്റഡ് ആകാറുണ്ട്. വിവാഹത്തിന്റെ പ്രശ്നത്തില്, അതല്ലെങ്കിൽ കുട്ടികളുടെ അഡ്മിഷന്റെ പ്രശ്നത്തില്, കുട്ടികളുടെ പരീക്ഷയുടെ പ്രശ്നത്തില്, അല്ലെങ്കിൽ കുട്ടികളുടെ രോഗങ്ങളുടെ കുട്ടികളുടെ രോഗത്തിന്റെ പേരിൽ പോലും ഒരാൾക്ക് പ്രശ്നമുണ്ടായി. ഞാനിപ്പോ ഓർക്കുന്നത് അങ്ങനെ ഒരു കേസ് ഇപ്പൊ ഞാൻ ഓർക്കുന്നത്, ഒരു ലേഡി, അവർക്ക് 48-50 വയസ്സുണ്ടായിരുന്നു. 50 വയസ്സ് 55 വയസ്സോളം ഉണ്ടായിരുന്നു. അവരുടെ മകളുടെ കുട്ടിക്ക് മൂത്ത മകൾ ഗർഭിണിയായിരുന്നപ്പോൾ മൂന്നാമത്തെ മാസം ഒരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു. അന്നേരം മുതലേ ഈ അമ്മയുടെ അമ്മ, അതായത് ഗർഭിണിയുടെ അമ്മ, അവർക്ക് ഭയങ്കരമായ മാനസിക ടെൻഷനായി. ആ മാനസിക ടെൻഷൻ അവരുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. ആ കുട്ടിയെ പ്രതി. എന്നിട്ട് അവസാനം അവര് വളരെ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചു. ആ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടായി. അവർ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു ഉടനെ തന്നെ അവര് അത് റിമൂവ് ചെയ്തു. മീൻസ് ലെഫ്റ്റ് ബ്രസ്റ്റ് ടോട്ടലായിട്ട് റിമൂവ് ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത് അവര് വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ കണ്ടെത്തിയ കൺഫ്ലിക്റ്റ് ഇതായിരുന്നു. മകളുടെ കുട്ടിയെ പ്രതി അവർക്കുണ്ടായ ഒരു വിഷയം നെസ്റ്റ് വറി എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായതുകൊണ്ട് മകളുടെ കുട്ടിയെ പ്രതിയാണ് ഉണ്ടായത്. ഓക്കെ, കേക്കത്തില്ല ആന്റണി ഡോക്ടറെ, മ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു സംശയമുണ്ട്. ഫസ്റ്റ് പൈൽസിന്റെ കേസ് ഉണ്ടല്ലോ സാറേ, അതില് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കൺഫ്ലിക്റ്റ് കൊണ്ട് അവർക്ക് ആക്റ്റീവ് ഫേസിൽ ടിഷ്യൂ ലോസ് ഉണ്ടാകുന്നു. പിന്നെ ഹീലിംഗ് ഫേസിൽ നമ്മൾ അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹീലിംഗ് ഫേസ് ആയപ്പോഴത്തേക്കും ടിഷ്യൂ റീപ്ലെനിഷ്മെന്റ് നടക്കുന്നു, അത് എക്സസ് ആയി പോകുന്നു. അങ്ങനെ വന്ന് അതൊരു ബൾജ് ആയിട്ട് പൈൽസിന്റെ ഫോം അറ്റൈൻ ചെയ്യുന്നു. അപ്പോ ശരിക്കും സാർ അതില് ഈ കൺഫ്ലിക്റ്റ് റിയലൈസേഷൻ കൊടുത്തല്ലോ. അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പിന്നീട് ഈ ഹാങ്ങിങ് കൺഫ്ലിക്റ്റും വന്നില്ലായിരുന്നെങ്കിലും അത് കുറയുമായിരുന്നു, കുറെ താമസിച്ച്. അങ്ങനെ ഊഹിക്കാൻ പറ്റുമോ? പലപ്പോഴും പൈൽസ് വളരെ ദീർഘകാലമായിട്ട് കൊണ്ട് പിന്നെ അവർക്ക് ആ പൈൽസ് തന്നെ ഒരു കൺഫ്ലിക്റ്റാണ്. എത്രയോ പല ആൾക്കാരും കണ്ടില്ലേ, പൈൽസും കൊണ്ട് വർഷങ്ങളോളം 5, 8, 10 വർഷങ്ങളോളം നടക്കുന്നില്ലേ, ആ സർജറി നടത്തുന്നില്ലേ. അവിടെ ഹീലിംഗ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ഹീലിംഗ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ആശയത്തെ പറ്റി ഇവർക്ക് അറിയത്തില്ലല്ലോ. അവരുടെ ആ അറിവാണ് അവരിൽ അതിനെ പെട്ടെന്ന് ഹീലിംഗിലേക്ക് നയിച്ചത്. അതല്ലെങ്കിൽ ഞാനൊരു രോഗത്തിന് ഇരയായി എന്നത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് രോഗത്തിന് ഇരയായി എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നീണ്ടു നിൽക്കാം. പലപ്പോഴും നമ്മുടെ അടുത്തെത്തുന്ന രോഗികളെല്ലാം ദീർഘകാലമായിട്ട് പൈൽസായിട്ട് നടക്കുന്നവരാണല്ലോ. അതെ, അപ്പൊ സാർ പറഞ്ഞ മനസ്സിലാകുന്നു. അപ്പൊ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് ഇങ്ങനെ ചിന്തിക്കാമോ? അതായത് ടിഷ്യൂ ലോസിനെ കറക്റ്റ് ചെയ്യാനുണ്ടാകുന്ന സെൽ പ്രൊലിഫറേഷൻ എന്ന് പറയുന്ന പലപ്പോഴും ഇൻ എക്സസ് ഓഫ് നോർമൽസി ആയതുകൊണ്ടും അത് കുറയാൻ താമസം വരും അല്ലേ? അങ്ങനെ വിചാരിക്കാം. അത് പലപ്പോഴും മീസോഡെർമൽ ടിഷ്യൂസിൽ ഈ ബോണിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ബോണിൽ എക്സസ് ആയിട്ട് വരുന്നത് കൊണ്ട് അത് പ്രോബ്ലമായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ. മീസോഡേം ടിഷ്യൂസിലും ഇതും ഉണ്ടാകും, എക്ടോഡേം ടിഷ്യൂസിലും ഉണ്ടാകാം. മീസോഡേം ടിഷ്യൂസിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും, അത് എക്സസ് ആകും. പലപ്പോഴും
ഈ എന്താന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ശരീരം നമുക്ക് ഉപകാരപ്രദമാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അത്ര ഉപകാരപ്രദമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ഹാമറിന് ലെഫ്റ്റ് ടെസ്റ്റിസിൽ ക്യാൻസർ വന്നത്. ഹാമറിന്റെ 65-ാമത്തെ 70-ാമത്തെ വയസ്സിലാണ് ഹാമറിന്റെ എന്താ പറയണ്ടേ ഒരു ജനറേറ്റീവ് പീരീഡിലല്ല പുള്ളിയുടെ കുട്ടി മരണപ്പെട്ടത്. അതിനുശേഷമാണ് പുതിയ കുട്ടി ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നെങ്കിലും അത് പലപ്പോഴും ഏജ് ഒക്കെ കഴിഞ്ഞു പോയ ഒരു സമയത്തല്ലേ. അപ്പൊ നമുക്കവിടെ ഉപബോധ മനസ്സിന്റെ ലക്ഷ്യം നല്ലതാണെങ്കിലും അത് പിന്നെ സമയത്തല്ലല്ലോ നടക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെയും സാർ ചിന്തിക്കാം. അതുപോലെ പിന്നെ ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ബ്ലീഡിങ് പൈൽസേ, അത് ശരിക്കും നമുക്ക് അതൊരു എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് ഓഫ് ദി പൈൽസ് ഫോർമേഷൻ ആയിട്ട് എടുത്തുകൂടെ? എടുക്കാം, അത് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ പലപ്പോഴും എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് എന്ന് പറയുന്നത് അവിടെ ഹാങ്ങിങ് ആണ്. അത് അവിടെ ഹീൽഡ് ആകുന്നില്ല. കാരണം പൈൽസ് ബ്ലീഡിങ് എന്നും നിൽക്കുകയല്ലേ, മാസങ്ങളോളം ബ്ലീഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ. പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉടനെ തന്നെ ട്രാക്കിലേക്ക് ഞാൻ കോഴിമുട്ട കഴിച്ചിട്ടാണ് കുഴപ്പമുണ്ടായത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നെ പിറ്റേ ദിവസം കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യുവാണ്. അവരിലും അത് നിൽക്കുന്നില്ലല്ലോ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, സർജറി ഒക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്ക് പലപ്പോഴും ഒരു 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു രോഗി നമ്മുടെ അടുത്തെത്തുമ്പോൾ ഈ രോഗിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല എന്ത് പ്രശ്നം കൊണ്ടാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത് എന്ന്. ശരിയല്ലേ? ശരിയാ സാർ. താങ്ക് യു. ക്ലിയർ ആയേ? താങ്ക് യു. ശരി. ഡോക്ടർ പ്രകാശ് നമ്മൾ തൊടുപുഴയുള്ള ഡോക്ടർ പ്രകാശ് ആണോ ഡിപ്പാർട്ട്മെന്റിന് റിട്ടയർ ചെയ്ത്? പ്രകാശ് ഡോക്ടറെ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ, നമുക്ക് സംസാരിക്കാമല്ലോ. അനിത ഡോക്ടറെ പറഞ്ഞൊന്ന് കൊടുത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് സാറേ, ഡോക്ടർ മാലതി ഒന്ന് സംസാരിക്കൂ. ഡോക്ടറെ, എനിക്കൊരു സംശയല്ലേ, ഈ കേക്കാലോ അല്ലെ? കേക്കാം. മാലതി ഡോക്ടറെ, കുറെ കേസുകൾ ഇങ്ങനെ ഡെലിവറി കഴിയുന്ന സമയത്ത് വരുന്ന ലേഡീസിന് വരുന്ന ഈ പൈൽസ്, അപ്പൊ അത് നമുക്ക് ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് എടുത്തുകൂടാ? ശരിക്കും ഡെലിവറി സമയത്ത് ഈ ഒരു ലേഡി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം, നമ്മൾ അവിടെ ഒരു ഫിസിക്കൽ പ്രശ്നത്തിന്റെ ഫലമായിട്ടാണ് രോഗം ഉണ്ടാകുന്നതെന്നാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. പക്ഷെ എല്ലാവരിലും അത് ഉണ്ടാകുന്നില്ല. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഈ ഡെലിവറി എവിടെ നിർത്തണം, എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു പ്രശ്നം വലുതായിട്ട് തന്നെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഡെലിവറി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണ്. അതിന്റെ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് ആണ് ഡെലിവറി എന്ന് പറയുന്നത്, പാർച്ചുറേഷൻ. അതെ, അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അതുപോലെ അതിനോടൊപ്പം തന്നെ ഡെലിവറി സമയത്ത് പല ആൾക്കാരിലും ഷിസോഫ്രനിക് കൺസ്റ്റലേഷൻ എന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഡിപ്രഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്, അഗ്രഷൻ ഉണ്ടാകാറുണ്ട്. പ്യൂർപേറിയൽ, ഇപ്പം നമ്മൾ പ്യൂർപേറിയൽ മാനിയ അല്ലെങ്കിൽ പ്യൂർപേറിയൽ മറ്റേ വിഷാദ രോഗത്തിന് അടിമയായി എന്ന് പറയുന്നില്ല, അതൊക്കെ ശരിക്കും ഈ ഷിസോഫ്രനിക് കൺസ്റ്റലേഷൻ ആണ്. കാരണം അവർ ഓൾറെഡി നേരത്തെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം ഡെലിവറി ആയപ്പോൾ സമയത്തേനും അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയ സമയത്തേനും മറ്റൊരു കൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിഷയങ്ങളുണ്ട്. അതിനെപ്പറ്റി ഹാമർ വളരെ വിശദമായി ഡെലിവറിയെ പറ്റി ഹാമറിന്റെ ഒറിജിനൽ വർക്കുകളിൽ എഴുതിയിട്ടുണ്ട്. അത് എനിക്കിപ്പോ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അത്ര കൃത്യമായിട്ട് ഒന്ന് നോക്കിയെങ്കിൽ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഈവൻ ഒരു
നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സെക്ഷൽ കോണ്ടാക്റ്റുകൾ പോലും ഒരു ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം ആണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ ഡെലിവറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഒരു സംഭവം തന്നെയാണ്. ഓക്കെ ഡോക്ടർ പലപ്പോഴും കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രം. ഓക്കെ ശരി. ഓക്കെ ഞാൻ ഞാൻ അനിത ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഡോക്ടർ വെള്ളിയാഴ്ച ദിവസം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് എനിക്ക് ഇത് കയറാൻ പറ്റും. വർഗീസ് ഡോക്ടറുടെ അതിന് കയറാറുണ്ട്. ഡോക്ടർ നേരിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിൽ കയറാൻ പറ്റി. ഇപ്പൊ അനിത ഡോക്ടർ ഇത് ഈ സെയിം ലിങ്കാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയത്. അപ്പൊ ഇത്ര കുറച്ച് മുമ്പൊക്കെ പഠിച്ചിരുന്നു, ഇപ്പൊ കുറച്ച് വിട്ടുപോയി. വീണ്ടും പഠിക്കാൻ താല്പര്യമുണ്ട് ഇതില് GNM. അതാ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു PDF ഉണ്ട്, സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസ്. അത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു, ആമസോണിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിയോണ്ട് എബിൾ എന്ന് പറഞ്ഞൊരു ജർമ്മൻ വ്യക്തിയുടെയാണ്. ഇംഗ്ലീഷിൽ തന്നെയുണ്ട്. അതിന്റെ ഒരു PDF ഞാൻ നമ്മുടെ അനിത ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അനിത ഡോക്ടർ കൈവശം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാനത് അയച്ചു തരാം. സാറേ എന്റെ അതെ ഫോൺ കേടായപ്പോ അതിന് പോയാല് സാറേ എനിക്കും കൂടെ ഒന്ന് തരണം. അത് ഞാൻ ഇനി പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം ഉറപ്പായിട്ടും. ഫോണിനെ ഡിപ്പെൻഡ് ചെയ്താൽ ശരിയാവൂലേ. ശരി ശരി ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു തുറന്ന് സംസാരിക്കാവുന്ന ഒരു വേദിയാണ്. നമ്മൾ ആരും ഇതിനകത്ത് നേരിട്ട് മുഖം കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് വേണേലും പറയാവുന്ന ഒരു വേദിയായിട്ട് തന്നെ എടുക്കാം. ഡോക്ടറെ ഒരു ചെറിയ ഡൗട്ട്. ഇപ്പൊ ഉള്ള ആൾക്കാർ പൊതുവെ ഈ ഗൂഗിളും ChatGPT ഒക്കെ അല്ലേ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാത്തിനും ഒരു സൈക്യാട്രിക് റൂട്ട് ഉണ്ട്, കോസ് ഉണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു കൺവിൻസ്ഡ് ആണ് ഡോക്ടറെ? ഇത് പറയാൻ എളുപ്പമാണോ? എളുപ്പമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന് CPU ഇല്ലാതെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് കൺട്രോൾ ഇല്ലാതെ ഇപ്പൊ നമ്മുടെ ഒരു ചെറുവിരൽ അനങ്ങണമെങ്കിൽ, അതല്ലെങ്കിൽ ദേഹത്തൊരു ഒരു ടച്ച്, ഒരാളുടെ ദേഹത്ത് തൊടുമ്പോൾ ആ തൊട്ടു എന്ന് അറിയുന്നത് ശരിക്കും തൊട്ട സ്ഥലത്തല്ലല്ലോ, അത് ബ്രെയിനിലല്ലേ അറിയുന്നത്. അപ്പോൾ അത് ഇപ്പൊ ChatGPT-യിൽ ഈ ഒരു GSK കൺസെപ്റ്റ് നേരിട്ട് ചോദിക്കാം. ഈ വിവരങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ChatGPT കിട്ടും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? സൈക്കോസോമാറ്റിക് ഡിസീസിനെ പറ്റി പറയുമ്പോൾ പിന്നെ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഡോക്ടർ വീണ പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാവരും പറയണമെന്ന് നിർബന്ധമില്ല, മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങളുടെ പ്രശ്നത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമുക്കും ഒരു പ്രശ്നമുണ്ട്. സൈക്ക് ഓർ മൈൻഡ് അല്ല സൈക്ക്, അത് മനസ്സിലാക്കുക. സൈക്ക്, ബ്രെയിൻ, ഓർഗൻ, നമ്മൾ ഈ മൂന്നിനെ മൂന്നായിട്ടാണ് കാണുന്നത്. ശരിക്കും രോഗങ്ങളെല്ലാം നമ്മൾ ബോഡിലി ലെവലിൽ അല്ലെ ഓർഗൻ ലെവലിൽ മാത്രം കാണാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ഓർഗൻ ലെവലിൽ അപ്പുറത്ത് ഈ ഓർഗനെ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ടെന്നും ബ്രെയിനിനെ നിയന്ത്രിക്കുന്ന ഒരു സൈക്ക് ഉണ്ടെന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചാണെന്നും, യഥാർത്ഥത്തിൽ ഒരു അക്കാഡമിക്കലി ആണ് നമ്മൾ ഇത് 3 എണ്ണമാണെന്ന് പറയുന്നത്. ഇത് 3 എണ്ണമല്ല, ഇത് 1 തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മളെ വേർത്തു ഹാർട്ട് ബീറ്റ് കൂടി. ഹാർട്ട് ബീറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡിന്റെ ഫ്രാക്ഷന്റെ അംശം പോലും വേണ്ട. അപ്പൊ നമ്മൾ അതിനായിട്ട് പറയുന്ന അഡ്രീനലിൻ ഉണ്ടാക്കി എന്നാണ്. അഡ്രീനലിൻ ഉണ്ടാക്കിയത് ആരാണ്? ഭയപ്പെട്ടത് എവിടെയാണ്? അഡ്രീനലിൻ ഉൽപ്പാദിപ്പിച്ച സ്ഥലത്താണോ? ഹാർട്ടിലാണോ ഭയപ്പെട്ടത്? അല്ല. ഭയപ്പെട്ടത് എന്ന് പറയുന്നത് ആ വികാരങ്ങൾ ഉണ്ടായത് ശരിക്കും സൈക്കിലാണ്. അപ്പൊ സൈക്ക്, ഓർഗൻ, ബ്രെയിൻ കോറിലേഷൻസ് ഏറ്റവും പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് ഭയപ്പെടുമ്പോഴാണ്. 3 ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാ മേഖലയിലും ഇത് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങള്
പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് യാതൊരു തരത്തിലും നിർബന്ധമില്ല. കാരണം ഇപ്പോഴും രോഗങ്ങൾ വരുമ്പോൾ കൂടോത്രം ചെയ്യാൻ പോകുന്ന ആൾക്കാർ ധാരാളം ഉള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോഴും നമ്മൾ നിധി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നരബലി നടത്തുന്ന നാട് തന്നെയാണ് നമ്മുടേത്. അപ്പം ഇപ്പോഴും മനുഷ്യര് എന്താ പിശാചാണ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധം അല്ല, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് രോഗങ്ങൾ മാറാതെ നിൽക്കുന്നത്. അതിന് ചരട് ജപിച്ചു കെട്ടലും ജപിച്ചോത്തലും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഉൾക്കൊള്ളും എന്നല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് എന്തെന്ന രോഗികളോട് പലരോടും ഇത് പറഞ്ഞിട്ട് പലരും ഒറ്റ പ്രാവശ്യം വന്നിട്ട് അവരുടെ കൺഫ്ലിക്റ്റ് ഒക്കെ മനസ്സിലായെങ്കിൽ പോലും അവരത് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മളെ ഉപേക്ഷിച്ചു പോയവരുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്. വരുന്ന എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട ഡോക്ടർ വീണ. അതാണ് സർ, നമ്മൾ കേസ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് അത് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കേസെടുക്കാൻ പോകണ്ട, ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അതല്ല, അല്ലെങ്കിൽ തന്നെയും നമ്മള് അവരുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നു. ചിലവര് സംസാരിക്കാൻ വേണ്ടി വരുന്നു, ചിലവര് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാ വരുന്നത്. മോസ്റ്റ്ലി സിറ്റിയിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാ. അവർ MBBS ഡോക്ടറെ അടുത്ത് പോയി അവർ ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് പോലും നമ്മുടെ അടുത്ത് വന്നാ ചോദിക്കാറ്. ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് അങ്ങനെയാണോ, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാ വരുന്നത്. ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ചോദ്യം കൊണ്ടും ഇവര് സ്റ്റേറ്റസും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റും കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ സോഷ്യൽ ഈ ഒരു സംഭവം പറഞ്ഞ് നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം കണ്ടെത്തിക്കൊള്ളുക. നിങ്ങൾ ഒരു സൈറ്റിന്റെ പേര് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ യു ഗോ ആൻഡ് റീഡ് ഇറ്റ്. അതിലപ്പുറം നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്കാവില്ല ഡോക്ടറെ. തീർച്ചയായിട്ടും എല്ലാവരെയും എല്ലാം കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരു പലപ്പോഴും നമുക്ക് 100% ഉറപ്പുള്ള കേസ് പോലും നമുക്ക് പലപ്പോഴും പലരെയും കൺവിൻസ് ചെയ്യാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിയാണ്. അവരെല്ലാം കൺവിൻസ് ചെയ്യാന്നുള്ള നമ്മളെ ലക്ഷ്യമാക്കേണ്ടതില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. സാറേ ഒരു സംശയം കൂടെ ഉണ്ടേ. ഓക്കെ, നമ്മുടെ ഇപ്പൊ ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെയോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെയോ ലൈനിങ്ങിൽ വരുന്ന ഒരു SBS നമ്മളൊരു എക്ടോഡെർമൽ കൺഫ്ലിക്റ്റിലേക്കാണോ പോകേണ്ടത്, അതോ മോർസൽ കൺഫ്ലിക്റ്റ് വെച്ചിട്ട് അത് എൻഡോഡിയമാണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ലോവർ പാർട്ടിൽ മാത്രമേ രക്തത്തിന് മുകളിലേക്ക് എത്തുന്ന കുറച്ച് ഭാഗം മാത്രം, അതായത് ശരിക്കും എത്രയാ 31 സെന്റിമീറ്റർ മുകളിൽ വരെ മാത്രമേ രക്തത്തിൽ എക്ടോഡിയം ഉള്ളൂ. ബാക്കി എല്ലാം എൻഡോഡിയം തന്നെയാണ്. ഓക്കെ, അപ്പം ആ പറഞ്ഞ ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ എൻഡോഡെർമൽ ആയിട്ട് കണ്ടിട്ട് മോർസൽ കൺഫ്ലിക്റ്റിലേക്കും മറ്റും പോകേണ്ടി വരും അല്ലേ? അതെ, മോർസൽ കൺഫ്ലിക്റ്റ് മാത്രം. പക്ഷെ മോർസൽ കൺഫ്ലിക്റ്റ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് വലിയൊരു വാക്കാണ്. കാരണം ഒരു മോർസൽ നമ്മൾ കാണുന്നു, മോർസൽ ഉപയോഗപ്പെടുത്തുന്നു, മോർസൽ ഡൈജസ്റ്റ് ചെയ്യുന്നു, മോർസൽ അബ്സോർവ് ചെയ്യുന്നു, മോർസൽ പുറന്തള്ളുന്നു. മോർസൽ പുറന്തള്ളാൻ പറ്റുന്നില്ല, മോർസൽ പുറന്തള്ളപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പോകുന്നില്ല എന്നുള്ള വളരെ വ്യാപകമായ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ നമുക്കിതിനകത്ത് ഒരു സംഘർഷം എന്ന് പറയുന്നതിനെ നമുക്ക് 4ആയിട്ടാണ് തിരിക്കുന്നത്. വേണം, വേണ്ട, വേണ്ട പക്ഷെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു, വേണം പക്ഷെ കിട്ടുന്നില്ല. ഇത് 4 രീതിയിലാണ് എല്ലാം നമ്മുടെ ഉള്ളിലുള്ളത്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും, ഇപ്പൊ ഭക്ഷണം എന്ന് പറയുന്നതും അതിനെ ട്രാൻസ്പോസ്ഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഭക്ഷണമായിട്ടല്ല കാണുന്ന, പലരും പണമായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഭക്ഷണം കിട്ടുന്ന മൃഗങ്ങളുടെ ലോകത്ത് മാത്രമേ ഒറിജിനൽ ഭക്ഷണം മോർസൽ കൺഫ്ലിക്റ്റ് ആകുന്നുള്ളൂ. പക്ഷെ മനുഷ്യന്റെ ലോകത്തിൽ ഭക്ഷണം, ഇപ്പോൾ നമ്മളെല്ലാം പറയാലേ ഈ പറയുന്ന കളികളെല്ലാം നടത്തുന്ന അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണെന്ന്. പണ്ട് പറയുന്ന അരച്ചാണോ ഒരുച്ചാൻ വയറിന് വേണ്ടിയിട്ടാണെന്നുള്ള ആ വാക്ക് മോർസൽ കൺഫ്ലിക്റ്റിന്റെ വാക്ക് അതാണ്, അരച്ചാൻ വയർ. ഓക്കെ.
ആരും ഒന്നുമില്ല. കാര്യം ആർക്കും സംശയമില്ലാന്ന് തോന്നുന്നു. നമുക്ക് നിർത്താം ഡോക്ടറെ. ഓക്കെ സാർ, ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വെള്ളിയാഴ്ച, നെക്സ്റ്റ് വെള്ളിയാഴ്ച സെയിം ലിങ്ക് തന്നെയാണ് ഞാൻ ഇടാം, മറക്കാതെ തന്നെ ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ശശിധരൻ ഡോക്ടറിന് നമ്മുടെ ഒത്തിരി നന്ദിയും കടപ്പാടും നല്ല സെഷൻസ് എടുത്തു തരുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു. താങ്ക് യു.